The Vitali convergence theorem. Let x and mu be a measure space and sequence fn a sequence of functions on x that is both uniformly integrable and tight over x. Assume sequence fn converges to f pointwise almost everywhere on x and the function f is integrable over x. Then limit n tends to infinity integral over e fn d mu is equal to integral over e f d mu. ലിമിറ്റും ഇന്റഗ്രലും ഇന്റർചേഞ്ച് ചെയ്യാനുള്ള ഒരു കണ്ടീഷനാണ് വിറ്റാലി കൺവേർജൻസ് തിയറം നമുക്ക് തരുന്നത്. ലെബേഗ് ഡോമിനേറ്റഡ് കൺവേർജൻസ് തിയറത്തിലും നമുക്ക് സെയിം റിസൾട്ട് തന്നെയാണ് കിട്ടിയിരുന്നത്. ഇഫ് there exists an integrable function g which dominates modulus fn. ഇവിടെ നമുക്ക് വിറ്റാലിസ് കൺവേർജൻസ് തിയറത്തിലെ കണ്ടീഷൻ ഇതാണ്. സീക്വൻസ് fn ഒരു സീക്വൻസ് ഓഫ് ഫങ്ഷൻസ് which are യൂണിഫോംലി ഇന്റഗ്രബിൾ ആൻഡ് ടൈറ്റ് ഓവർ എക്സ്. ഈ രണ്ട് ഡെഫിനിഷൻസ് നമ്മൾ കണ്ടതാണ്. ഇനി എഫ് എൻ കൺവേർജസ് ടു എഫ് പോയിന്റ് വൈസ് ടു എഫ് ഓൾമോസ്റ്റ് എവരിവെയറും എഫ് ഇന്റഗ്രബിൾ, അതായത് ലിമിറ്റ് എഫ് ഇന്റഗ്രബിൾ ആകുവാണെങ്കിൽ നമുക്ക് ഇന്റഗ്രലും ലിമിറ്റും ഇന്റർചേഞ്ച് ചെയ്യാം എന്നാണ് വിറ്റാലി കൺവേർജൻസ് തിയറം പറയുന്നത്. അതായത് കണ്ടീഷൻസ് സീക്വൻസ് എഫ് എൻ യൂണിഫോംലി ഇന്റഗ്രബിൾ ആകണം, ടൈറ്റ് ഓവർ എക്സ് ആകണം, എഫ് എൻ കൺവേർജസ് ടു എഫ് പോയിന്റ് വൈസ് ആകണം and that limit f will be integrable. അങ്ങനെ ആണെങ്കിൽ നമുക്ക് ഇന്റഗ്രലും ലിമിറ്റും ഇന്റർചേഞ്ച് ചെയ്യാം. അപ്പൊ ഇതാണ് സ്റ്റേറ്റ്മെന്റ്. പ്രൂഫ് നോക്കാം. നമുക്ക് രണ്ട് കാര്യങ്ങൾ തന്നിട്ടുണ്ട്. സീക്വൻസ് എഫ് എൻ യൂണിഫോംലി ഇന്റഗ്രബിൾ ആണെന്നും ടൈറ്റ് ഓവർ എക്സ് ആണെന്നും. അപ്പൊ യൂണിഫോംലി ഇന്റഗ്രബിളിന്റെ ഡെഫിനിഷൻ ആണിത്. സീക്വൻസ് എഫ് എൻ യൂണിഫോംലി ഇന്റഗ്രബിൾ ആണെങ്കിൽ ഫോർ എവറി epsilon greater than 0 ക്ക് corresponding ആയിട്ട് there exists a delta greater than 0 such that mu of e less than delta implies integral over e modulus fn less than epsilon. This is true for every n and for every measurable set e subset of x. ഇതാണ് യൂണിഫോംലി ഇന്റഗ്രബിൾ എന്നുള്ളതിന്റെ ഡെഫിനിഷൻ. ഏതൊരു എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 എടുത്താലും ഒരു ഡെൽറ്റ എക്സിസ്റ്റ് ചെയ്യും. such that mu of e less than delta implies integral over e modulus fn less than epsilon for every n and for every e subset of x. ഈ മെഷറബിൾ സെറ്റ് ആണ്. പിന്നെ നമുക്ക് തന്നിട്ടുള്ളത് സീക്വൻസ് fn is tight over x എന്നാണ്. അതിന്റെ ഡെഫിനിഷൻ ഇതാണ്. for every epsilon greater than 0 there exists a set x naught of finite measure satisfying integral over x minus x naught modulus fn d mu less than epsilon for every n belongs to n. അതായത് ഏതൊരു എപ്സിലോണിന് കറസ്പോണ്ടിങ് ആയിട്ടും ഒരു സെറ്റ് x naught എക്സിസ്റ്റ് ചെയ്യും where mu of x naught is finite and integral over x minus x naught modulus fn d mu is less than epsilon for every n. ഈ രണ്ട് ഡെഫിനിഷൻസും നമുക്ക് പ്രൂഫിനകത്ത് ഉപയോഗിക്കണം. ഇനി രണ്ട് സെറ്റുകൾ എക്സ് നോട്ടും എക്സ് വണ്ണും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. മെഷറബിൾ സെറ്റുകളാണ്. എക്സ് വൺ സബ്സെറ്റ് ഓഫ് എക്സ് നോട്ടും ആണെങ്കിൽ നമുക്ക് ഈ ഫിഗറിൽ നിന്ന് കിട്ടുന്ന കാര്യം നമുക്ക് നോക്കാം. എക്സിന് എന്തിന്റെയൊക്കെ യൂണിയൻ ആയിട്ട് എഴുതാൻ പറ്റുന്നതാണ്. അപ്പോ എക്സ് ഈക്വൽ ടു എക്സ് വൺ യൂണിയൻ, എക്സ് വൺ ഈ ഏറ്റവും ഉള്ളിലത്തെ സെറ്റാണ്. പിന്നെ ഉള്ളത് എക്സ് നോട്ട് മൈനസ് എക്സ് വൺ, എക്സ് നോട്ട് മൈനസ് എക്സ് വൺ, അതാണ് രണ്ടാമത്തെ സെറ്റ്. പിന്നെ ഉള്ളത് അതിനും പുറമേ ഉള്ള പാർട്ട്, അതായത് എക്സ് മൈനസ് എക്സ് നോട്ട്. അപ്പോ എക്സിനെ ഈ മൂന്ന് സെറ്റിന്റെയും യൂണിയൻ ആയിട്ട് എഴുതാം. അപ്പൊ നമ്മള് ജനറൽ ആയിട്ട് ഒരു കാര്യം പറഞ്ഞതാണ്. എക്സ് നോട്ടും എക്സ് വണ്ണും രണ്ട് മെഷറബിൾ സെറ്റുകളുണ്ട്. such that x1 is a subset of x naught ആണെങ്കിൽ നമുക്ക് x ഈക്വൽ ടു ഇങ്ങനെയുള്ള ഒരു യൂണിയൻ ആയിട്ട് എഴുതാം. ഇത് നമുക്ക് പിന്നീട് യൂസ് ചെയ്യാനായിട്ട് നമ്മൾ എഴുതി വെച്ചിരിക്കുന്നതാണ്. ഇനി നമ്മള് മോഡുലസ് ഓഫ് ഇന്റഗ്രൽ ഓവർ എക്സ് എഫ് എൻ മൈനസ് എഫ് ഡി mu കൺസിഡർ ചെയ്തു. ദിസ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇന്റഗ്രൽ ഓവർ എക്സ് മോഡുലസ് ഓഫ് എഫ് എൻ മൈനസ് എഫ് ഡി mu എന്ന് എഴുതാം. ഇത് നമുക്ക് ഇന്റഗ്രൽ കമ്പാരിസൺ ടെസ്റ്റ് എന്ന് പറഞ്ഞ് നമ്മളൊരു ഇനിക്വാളിറ്റി, 3 ഇനിക്വാളിറ്റീസ് അടങ്ങുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് പഠിച്ചതാണ്. അതിൽ നിന്ന് കിട്ടുന്നതാണിത്. മോഡുലസ് ഓഫ് ഇന്റഗ്രൽ എഫ് എൻ മൈനസ് എഫ് d mu is less than or equal to integral over x modulus of fn minus f d mu.
ഇനി എക്സിനെ നമ്മൾ 3 സെറ്റുകളുടെ യൂണിയൻ ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ എക്സിന് പകരം അത് കൊടുക്കാം. അപ്പൊ ഇന്റഗ്രൽ ഓവർ ഈ യൂണിയൻ എന്ന് വരും. അപ്പൊ നമുക്ക് അഡീഷൻ ഓവർ കൗണ്ടബിൾ ഡൊമെയിൻസ് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഇന്റഗ്രൽ ഓവർ x1 പ്ലസ് ഇന്റഗ്രൽ ഓവർ x0 മൈനസ് x1 പ്ലസ് ഇന്റഗ്രൽ ഓവർ x മൈനസ് x0 എന്ന് 3 ആയിട്ട് ഈ ഇന്റഗ്രലിനെ സ്പ്ലിറ്റ് ചെയ്യാം. അങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയിരിക്കുന്നതാണ് ഈ സ്റ്റെപ്പ്. പിന്നെ നമുക്കറിയാം മോഡുലസ് ഓഫ് എഫ് എൻ മൈനസ് എഫ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് എഫ് എൻ പ്ലസ് മോഡ് എഫ്. അത് മോഡുലസ് ഓഫ് എ പ്ലസ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് എ പ്ലസ് മോഡ് ബി. അതുപോലെ മോഡുലസ് ഓഫ് എ മൈനസ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് എ പ്ലസ് മോഡ് ബി. ആ ഇനിക്വാളിറ്റീസിന് കിട്ടുന്നതാണ്. അപ്പൊ നമുക്ക് മോഡുലസ് ഓഫ് എഫ് എൻ മൈനസ് എഫിന് പകരം മോഡുലസ് ഓഫ് എഫ് എൻ പ്ലസ് മോഡുലസ് ഓഫ് എഫ് എന്ന് റീപ്ലേസ് ചെയ്തു. അതുപോലെ തന്നെ മോഡുലസ് ഓഫ് എഫ് എൻ മൈനസ് എഫിനെ മോഡുലസ് ഓഫ് എഫ് എൻ പ്ലസ് മോഡുലസ് ഓഫ് എഫ് എന്ന് ഇവിടെയും എഴുതി. ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ്. നമുക്ക് മോണോട്ടോണിസിറ്റി അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും ഇന്റഗ്രൽസിനും ആ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇക്വാലിറ്റി സാറ്റിസ്ഫൈ ചെയ്യും. അപ്പൊ നമുക്ക് ഇക്വേഷൻ 3 ഇങ്ങനെ കിട്ടി. ഇനി നമ്മൾ ചെയ്യുന്നത് ഈ ഇക്വേഷൻ 3യിലുള്ള ഓരോ ടേമും ലെസ് ദാൻ എപ്സിലോൺ ബൈ 3 എന്ന് നമ്മൾ ഷോ ചെയ്യും. 3 ടേംസ് ഉണ്ട്. ഈ 3 ടേംസും ഓരോന്നും ലെസ് ദാൻ എപ്സിലോൺ ബൈ 3 ആണെന്ന് നമ്മൾ ഷോ ചെയ്യും. അപ്പൊ നമുക്ക് മോഡുലസ് ഓഫ് ദിസ് ഇന്റഗ്രൽ ഈസ് ലെസ് ദാൻ എപ്സിലോൺ എന്ന് കിട്ടും. അതിനായിട്ട് നമുക്ക് തന്നിട്ടുള്ള ഓരോ കാര്യങ്ങളും നമ്മൾ പ്രൂഫിനകത്ത് ഉപയോഗിക്കുകയാണ്. സീക്വൻസ് എഫ് ആൻഡ് ടൈറ്റ് ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അതിന്റെ അർത്ഥം നമ്മൾ പറഞ്ഞായിരുന്നു. ഫോർ എവറി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0ക്ക് കറസ്പോണ്ടിങ് ആയിട്ടും ഒരു സെറ്റ് x0 ഉണ്ടായിരിക്കും. such that mu of x0 is finite and integral over x minus x0 modulus f and dmu is less than epsilon. ഇനി ഇന്റഗ്രൽ ഓവർ x minus x0 mod fn plus mod f dmu കൺസിഡർ ചെയ്തു. അതിനെ നമുക്ക് ലീനിയാരിറ്റി ഉപയോഗിച്ച് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. ഇന്റഗ്രൽ ഓവർ x minus x0 mod fn പ്ലസ് ഇന്റഗ്രൽ ഓവർ x minus x0 mod f എന്ന് എഴുതും. നമ്മൾ എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് എന്ന് പറയും പോലെ നമ്മൾ എപ്സിലോണിനെ റീപ്ലേസ് ചെയ്ത് എപ്സിലോൺ ബൈ 6 എടുക്കുവാണ്. നമ്മളുടെ കമ്പ്യൂട്ടേഷൻ എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എപ്സിലോൺ ബൈ 6 ഗ്രേറ്റർ ദാൻ 0 ചൂസ് ചെയ്തു എപ്സിലോണിന് പകരം. എന്നിട്ട് പ്രൊപ്പോസിഷൻ 17 ഇതായിരുന്നു പ്രൊപ്പോസിഷൻ 17. ഇതിനകത്ത് നമ്മൾ എക്സ് മ്യൂ മെഷർ സ്പേസ് ആണ്, എഫ് ഇന്റഗ്രബിളും ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഡെൽറ്റ എക്സിസ്റ്റ് ചെയ്യും. For any measurable set E ക്ക് corresponding ആയിട്ട് mu of E less than delta implies integral over E modulus f d mu less than epsilon ആകാൻ പാടില്ല. കൂടാതെ for each epsilon greater than 0 there is a subset x0 that has finite measure integral over x minus x0 mod of d mu less than epsilon എന്ന് കിട്ടും. അപ്പൊ ഇതാണ് പ്രൊപ്പോസിഷൻ 17. if ഇന്റഗ്രബിൾ ആണെങ്കിൽ നമുക്ക് ഈ രണ്ട് റിസൾട്ടുകളും കിട്ടും. നമുക്ക് വിറ്റാലി കൺവേർജൻസ് തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റിൽ തന്നിട്ടുണ്ട് എഫ് ഇന്റഗ്രബിൾ ആണെന്ന്. അപ്പൊ നമുക്ക് ഏതൊരു മെഷറബിൾ സെറ്റ് ഇക്ക് കറസ്പോണ്ടിങ് ആയിട്ടും നമ്മുടെ പ്രൊപ്പോസിഷൻ 17ലെ സ്റ്റേറ്റ്മെന്റ് അനുസരിച്ച് ഒരു x0 എക്സിസ്റ്റ് ചെയ്യും. such that integral over x minus x0 modulus f d mu less than epsilon. അപ്പോൾ x0 ഫൈനൈറ്റ് മെഷർ ഉള്ള ഒരു സെറ്റ് ആണ്. അപ്പൊ നമുക്ക് കിട്ടും ഇന്റഗ്രൽ ഓവർ എക്സ് മൈനസ് x0 മോഡുലസ് എഫ് ഡി mu is less than epsilon by 6 എന്ന്. എഫ് ആണ് ഇന്റഗ്രബിൾ തന്നിട്ടുള്ളത്. അതുകൊണ്ട് പ്രൊപ്പോസിഷൻ 17 ഉപയോഗിച്ച് നമുക്ക് ഇങ്ങനെ കിട്ടി. അപ്പൊ നമ്മളിവിടെ സ്റ്റാറിന് ഡിനോട്ട് ചെയ്ത ഈക്വേഷൻ ഉണ്ടല്ലോ, ഈക്വേഷനിലെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എടുത്ത് എഴുതി ഇന്റഗ്രൽ ഓവർ എക്സ് മൈനസ് x0 മോഡുലസ് എഫ് എൻ പ്ലസ് മോഡുലസ് എഫ് ഡി mu വിച്ച് ഇസ് ലെസ് ദാൻ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് സീക്വൻസ് എഫ് എൻ ടൈറ്റ് ആണെന്ന് തന്നിട്ടുണ്ട്. therefore ഇന്റഗ്രൽ ഓവർ എക്സ് മൈനസ് x0 മോഡുലസ് എഫ് എൻ ഡി mu ഈസ് ലെസ് ദാൻ എപ്സിലോൺ ബൈ 6 എന്ന് നമുക്ക് എഴുതാം. അത് ടൈറ്റ്നെസ് ഓഫ് സീക്വൻസ് എഫ് എൻ ഓൺ എക്സ് ഉപയോഗിച്ചിട്ടാണ്. രണ്ടാമത്തെ ടേം ഇന്റഗ്രൽ ഓവർ എക്സ് മൈനസ് x0 മോഡുലസ് എഫ് ഡി mu ആണ്. അത് നമുക്ക് ഇവിടെ പ്രൊപ്പോസിഷൻ 17 ഉപയോഗിച്ച് ലെസ് ദാൻ എപ്സിലോൺ ബൈ 6 എന്ന് എഴുതും. therefore epsilon by 6 plus epsilon by 6 equal to epsilon by 3 എന്ന് കിട്ടും. അതായത് ഇന്റഗ്രൽ ഓവർ എക്സ് മൈനസ് x0 മോഡ് എഫ് എൻ പ്ലസ് മോഡ് എഫ് ഡി mu is less than epsilon by 3 എന്നാണ് കിട്ടിയത്. ഈ ഇന്റഗ്രലിനെ നമുക്ക് ലീനിയാരിറ്റി ഉപയോഗിച്ച് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം.
integral over x minus x naught modulus f and d mu plus integral over x minus x naught modulus f d mu is less than epsilon by 3. അതാണ് equation 4. Equation 4 എന്ന് നമ്മൾ ഇതിനെ ഡിനോട്ട് ചെയ്തു. ഇനി യൂണിഫോം ഇന്റഗ്രബിലിറ്റി ഓഫ് സീക്വൻസ് എഫ് എൻ വഴി നമുക്ക് പറയാം. ഫോർ എവറി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ആയിരുന്നു നമുക്ക് എപ്സിലോൺ ബൈ 6 എന്ന് ചൂസ് ചെയ്യാം. എപ്സിലോൺ ബൈ 6 ഗ്രേറ്റർ ദാൻ 0 ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് there exists a delta greater than 0 such that for any measurable subset E of x, mu of E less than delta implies integral over E modulus f and d mu is less than epsilon by 6. അപ്പോൾ ഇത് യൂണിഫോം ഇന്റഗ്രബിലിറ്റി എന്ന് കിട്ടുന്ന സ്റ്റേറ്റ്മെന്റ് ആണ്. അങ്ങനെ വരുമ്പോൾ mu of E less than delta implies integral over E modulus f n plus modulus f d mu നെ നമുക്ക് ലീനിയാരിറ്റി ഉപയോഗിച്ച് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം. ഇന്റഗ്രൽ ഓവർ ഇ മോഡുലസ് എഫ് എൻ ഡി മ്യൂ പ്ലസ് ഇന്റഗ്രൽ ഓവർ ഇ മോഡുലസ് എഫ് ഡി മ്യൂ എന്ന് എഴുതാം. ഇന്റഗ്രൽ ഓവർ ഇ മോഡുലസ് എഫ് എൻ പ്ലസ് മോഡുലസ് എഫ് ഡി മ്യൂവില് ഈ യൂണിഫോം ഇന്റഗ്രബിലിറ്റി സ്റ്റേറ്റ്മെന്റ് നമ്മൾ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ലെഫ്റ്റ് സൈഡ് വെറുതെ ഇങ്ങനെ എടുത്തു, അതിനെ ലീനിയാരിറ്റി ഉപയോഗിച്ച് ഇങ്ങനെ എഴുതി. ഇതില് ഇന്റഗ്രൽ ഓവർ ഇ മോഡുലസ് എഫ് എൻ ഡി മ്യൂ നമുക്ക് ഇവിടെ ലെസ് ദാൻ എപ്സിലോൺ ബൈ 6 എന്നുണ്ട് ബൈ യൂണിഫോം ഇന്റഗ്രബിലിറ്റി ഓഫ് സീക്വൻസ് എഫ് എൻ. അപ്പൊ അതുകൊണ്ട് ദിസ് ഇസ് ലെസ് ദാൻ എപ്സിലോൺ ബൈ 6 എന്ന് എഴുതി. ആൻഡ് സെക്കൻഡ് ടേം ഇന്റഗ്രൽ ഓവർ ഇ മോഡ് എഫ് ഡി മ്യൂ ആണ്. നമുക്ക് എഫ് ഇന്റഗ്രബിൾ ആണെങ്കിൽ പ്രൊപ്പോസിഷൻ 70 നിന്ന് നമുക്ക് യു ഓഫ് ഇ ലെസ് ദാൻ ഡെൽറ്റ എംപ്ലൈസ് ഇന്റഗ്രൽ ഓവർ ഇ മോഡുലസ് എഫ് ലെസ് ദാൻ എപ്സിലോൺ ബൈ 6 എന്ന് കിട്ടും. അപ്പൊ നമുക്ക് അത് ഉപയോഗിച്ച് സെക്കൻഡ് ടേം ലെസ് ദാൻ എപ്സിലോൺ ബൈ 6 എന്ന് എഴുതാം. എപ്സിലോൺ ബൈ 6 പ്ലസ് എപ്സിലോൺ ബൈ 6 ഈക്വൽ ടു എപ്സിലോൺ ബൈ 3 എന്ന്. അപ്പൊ therefore integral over E modulus Fn plus modulus F d mu is less than epsilon by 3 whenever mu of E less than delta. അതാണ് ഇക്വേഷൻ 5. എഫ് ഇന്റഗ്രബിൾ ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. നമുക്കപ്പോ എഫ് ഇസ് ഫൈനൈറ്റ് ഓൾമോസ്റ്റ് എവരിവെയർ എന്ന് കിട്ടും. കാരണം നോൺ നെഗറ്റീവ് ഫംഗ്ഷൻസിന് റിസൾട്ട് ഉണ്ട്. ഇന്റഗ്രൽ എഫ് ഫൈനൈറ്റ് ആണെങ്കിൽ എഫ് ഇസ് ഫൈനൈറ്റ് ഓൾമോസ്റ്റ് എവരിവെയർ. അത് എഫ് പ്ലസിന് എഫ് മൈനസിന് 2 ആണ്. therefore എഫ് പ്ലസ് ആൻഡ് എഫ് മൈനസ് ആർ ഫൈനൈറ്റ് ഓൾമോസ്റ്റ് എവരിവെയർ. therefore എഫ് ഇസ് ഓൾസോ ഫൈനൈറ്റ് ഓൾമോസ്റ്റ് എവരിവെയർ എന്ന് കിട്ടും. അപ്പൊ എഫ് ഇന്റഗ്രബിൾ ആണ്. therefore എഫ് ഇസ് ഫൈനൈറ്റ് ഓൾമോസ്റ്റ് എവരിവെയർ നമുക്ക് കിട്ടും. പിന്നെ മ്യൂ ഓഫ് എക്സ് നോട്ട് ഫൈനൈറ്റ് ആണെന്ന് നമുക്കറിയാം. ഇനി നമ്മൾ എഗറോഫ്സ് തിയറം ഉപയോഗിക്കാൻ പോവാണ്. എഗറോഫ്സ് തിയറം സ്റ്റേറ്റ്മെന്റ് ഇതാണ്. XMU be a finite measure space and sequence Fn a sequence of measurable function that converges pointwise almost everywhere on X to a function F that is finite almost everywhere on X. Then for each epsilon greater than 0 there is a measurable subset X epsilon of X for which sequence Fn converges to F uniformly on X epsilon and mu of x minus x epsilon is less than epsilon. നമ്മൾ ഈ എഗറോഫ്സ് തിയറം എക്സ് നോട്ട് എന്നുള്ള സ്പേസിനാണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അപ്പോ എക്സ് നോട്ട് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. നമുക്ക് എക്സ് നോട്ടിന്റെ മെഷർ ഫൈനൈറ്റ് ആണെന്ന് അറിയാം. mu of x naught is finite. അപ്പൊ ഇറ്റ്സ് എ ഫൈനൈറ്റ് മെഷർ സ്പേസ് എന്നുള്ളത് സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണ്. ഇനി സീക്വൻസ് Fn is sequence of measurable functions that converges pointwise almost everywhere on X. നമുക്ക് ഇവിടെ x naught ആണ്. on x naught to a function f that is finite almost everywhere. അത് നമ്മുടെ കേസിൽ ട്രൂ ആണ്. നമ്മൾ പറഞ്ഞായിരുന്നു Fn converges to f pointwise almost everywhere ആണ്. and f is finite almost everywhere എന്ന് നമ്മൾ പറഞ്ഞു. ഇവിടെ മുകളിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. then for each epsilon greater than 0. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ട്രൂ ആണെങ്കിൽ പിന്നെയുള്ള കാര്യമാണ് എഗറോഫ്സ് തിയറം പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് Fn converges to f ന്റെ കേസിൽ ട്രൂ ആണ് on x naught. അപ്പോ ഈച്ച് എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു മെഷറബിൾ സബ്സെറ്റ് എക്സ് എപ്സിലോൺ കണ്ടുപിടിക്കാൻ പറ്റും. such that sequence Fn converges to f uniformly on x epsilon and mu of x minus x epsilon is less than epsilon. അപ്പൊ നമുക്ക് ഓരോ എപ്സിലോണിന് കറസ്പോണ്ടിങ് ആയിട്ടും ഒരു സെറ്റ് കണ്ടുപിടിക്കാൻ പറ്റും. നമ്മൾ ആ സെറ്റിനെ x1 എന്ന് ഡിനോട്ട് ചെയ്യാണ്. ഒരു എപ്സിലോൺ ഫിക്സ് ചെയ്യാണ്. ആ എപ്സിലോണിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമുക്ക് ഒരു സെറ്റ് എഗറോഫ്സ് തിയറം എൻഷുർ ചെയ്യുന്നുണ്ട്. ആ സെറ്റിനെ നമ്മൾ x1 എന്ന് വിളിക്കുവാണ്. ദാറ്റ് x1 ഷുഡ് ബി സബ്സെറ്റ് ഓഫ് x0. കാരണം നമ്മൾ x0 ആണ് നമ്മുടെ സ്പേസ് ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ x0
ന്റെ സബ്സെറ്റ് ആയിട്ട് ഒരു x1 എക്സിസ്റ്റ് ചെയ്യും corresponding to epsilon greater than 0 such that sequence Fn converges to F uniformly on that x1 and mu of x0 minus x1. ഇത് x0 minus x1 ആകും. mu of x0 minus x1 will be less than epsilon. അപ്പൊ ഇതാണ് നമുക്ക് എഗറോഫ് തിയറത്തിൽ നിന്ന് കിട്ടുന്നത്. അതായത് there exists a measurable subset x1 subset of x0 where mu of x0 minus x1 is less than delta. ഇവിടെ നിന്ന് കിട്ടുന്നതാണ്. And sequence Fn converges to F uniformly on x1. നമ്മൾ ഇവിടെ ഒരു equation 5 എഴുതി വെച്ചിരുന്നു. mu of e less than delta implies integral over e modulus Fn plus modulus F d mu is less than epsilon by 3 എന്ന്. അപ്പോ ഈ ക്ക് പകരം നമ്മൾ x0 minus x1 കൺസിഡർ ചെയ്യുവാണ്. mu of x0 minus x1 less than epsilon എന്ന് നമുക്കുണ്ട്. Therefore, okay, integral over e modulus Fn plus modulus F d mu is less than some epsilon by 3 എന്ന് കിട്ടും. ഇവിടെ നമ്മൾ എപ്സിലോൺ എന്ന് ഉദ്ദേശിച്ചത് എഗറോഫ് തിയറത്തിൽ നിന്ന് കിട്ടിയ എപ്സിലോൺ ആണ്. അപ്പൊ നമുക്ക് അതിനെ ഏതൊരു എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0ക്ക് കറസ്പോണ്ടിങ് ആയിട്ടും നമുക്ക് എഗറോഫ് തിയറത്തിലെ സ്റ്റേറ്റ്മെന്റ് പറയാം. അപ്പൊ therefore ആ എപ്സിലോണിന് പകരം നമുക്ക് ഡെൽറ്റ എന്ന് റീപ്ലേസ് ചെയ്യാം. അപ്പൊ നമുക്ക് mu of x0 minus x1 delta less than delta implies integral over e modulus Fn plus modulus F d mu is less than epsilon by 3 എന്ന് കിട്ടും. അപ്പൊ നമുക്ക് ഇക്വേഷൻ 5ൽ നിന്ന് കിട്ടുന്നതാണിത്. ഇന്റഗ്രൽ ഓവർ e ആയിരുന്നു, അതിന് പകരം ഇന്റഗ്രൽ ഓവർ x0 minus x1 modulus Fn plus modulus F d mu less than epsilon by 3 എന്ന്. പിന്നെ എഗ്രോഫ് തിയറത്തിൽ നിന്ന് ഒരു കാര്യം കൂടെ നമുക്ക് കിട്ടിയായിരുന്നു. സീക്വൻസ് Fn converges to F uniformly on x1 എന്ന് വെച്ചാൽ modulus of Fn minus F is less than epsilon എന്ന് എഴുതാം. അതാണ് യൂണിഫോം കൺവെർജൻസിന്റെ ഡെഫിനിഷൻ. For every n greater than or equal to some capital N, modulus Fn minus F is less than some epsilon. അപ്പൊ നമുക്ക് ഈ എപ്സിലോണിന് പകരം epsilon by 3 into mu of x1 എന്ന് നമ്മൾ എടുക്കുവാണ്. നമ്മുടെ കമ്പ്യൂട്ടേഷണൽ ഈസിനെസ്സിന് വേണ്ടിയിട്ടാണ്. ഈ mu of x1 ഫൈനൈറ്റ് ആണെന്ന് നമുക്കറിയാം. കാരണം mu of x0 ഫൈനൈറ്റ് ആണ്. അപ്പൊ mu of x1 ഉം ഫൈനൈറ്റ് ആയിരിക്കും. അപ്പൊ നമുക്ക് epsilon by 3 into mu of x1 ആയിട്ട് നമ്മൾ എപ്സിലോണിന് പകരം എടുക്കുവാണ്. അപ്പൊ modulus of Fn minus F is less than this quantity for every n greater than or equal to some capital N. ഇനി നമ്മൾ ഇന്റഗ്രൽ ഓവർ x1 modulus of Fn minus F d mu കൺസിഡർ ചെയ്തു. modulus of Fn minus F നമുക്കറിയാം that is less than epsilon for large n. അപ്പൊ നമുക്ക് ഇതിന്റെ സുപ്രീമം എടുത്താൽ it will be finite. അപ്പോ modulus of Fn minus F ന്റെ സുപ്രീമം നമ്മൾ ഇതിനെ റീപ്ലേസ് ചെയ്തു കൊടുത്തു. അതായത് സുപ്രീമം ഓവർ x belongs to x1 modulus of Fn of x minus F of x കൊടുക്കും. അപ്പൊ നമുക്ക് this is a constant. This will be a constant for a fixed x. അപ്പോ by monotonicity this is less than or equal to integral over x1 supremum over x belongs to x1 modulus of Fn minus F d mu. ഇനി നമുക്ക് ഈ സുപ്രീമം കോൺസ്റ്റന്റ് ആയതുകൊണ്ട് വെളിയിൽ എടുക്കാം. സുപ്രീമം ഓവർ x belongs to x1 modulus Fn of x minus F of x into ബാക്കിയുള്ളത് ഇന്റഗ്രൽ ഓവർ x1 d mu ആണ്. ഇന്റഗ്രൽ ഓവർ x1 d mu is same as mu of x1. mu of x1. അപ്പോ സുപ്രീമം ഓവർ x belongs to x1 modulus of Fn of x minus F of x into mu of x1 എന്ന് കിട്ടി. ഇനി ഈ സുപ്രീമം will be less than epsilon by 3 into mu of x1. നമ്മൾ ഇവിടെ മോഡൽ എഴുതിയായിരുന്നു. modulus Fn minus F is less than epsilon by 3 into mu of x1 for every n greater than or equal to n. അപ്പോൾ ഏതൊരു xനും ഇത് ട്രൂ ആണ്. therefore നമുക്ക് this സുപ്രീമത്തിന്റെ കേസിലും ഇത് ട്രൂ ആയിരിക്കും. for this is less than epsilon by 3 into mu of x1 എന്ന് കൊടുക്കും. into mu of x1. mu of x1 finite ആണ്. cancel ആയി that is equal to epsilon by 3 എന്ന് കിട്ടി. This is true for all n greater than or equal to n. ഇവിടെ ഈ യൂണിഫോം കൺവേർജൻസി എന്ന് കിട്ടിയതാണ്. ഈ less than epsilon by 3 into mu of x1 that is true when large n is considered. അപ്പൊ നമ്മുടെ ലെഫ്റ്റ് സൈഡ് ഇതായിരുന്നു. ഇന്റഗ്രൽ ഓവർ x1 modulus of Fn minus F d mu that is less than epsilon by 3 എന്നാണ് കിട്ടിയത് for every n greater than or equal to capital N. അപ്പൊ ഇതിനെ നമ്മൾ ഇക്വേഷൻ 7 എന്ന് വിളിച്ചു. ഇനി
ഇക്വേഷൻ 3 ഏറ്റവും ആദ്യം എഴുതിയ ഇക്വേഷൻ ആണ്. ഇതിനകത്ത് നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻസ് കൊടുക്കാനായിട്ട് എല്ലാ ഇക്വേഷൻസും നമുക്ക് കിട്ടിയിട്ടുണ്ട്, ഇനീക്വാളിറ്റീസ് എല്ലാം കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇക്വേഷൻ 3 വീണ്ടും എടുത്തെഴുതി. ഇക്വേഷൻ 3 ഇതായിരുന്നു. അപ്പൊ ഇതില് ഇന്റഗ്രൽ ഓവർ x1 മോഡുലസ് ഓഫ് fn മൈനസ് f അതാണ് നമുക്ക് ഇവിടെ ലെസ് ദാൻ എപ്സിലോൺ ബൈ 3 എന്ന് കിട്ടിയത്. ഇനി ഇന്റഗ്രൽ ഓവർ x0 മൈനസ് x1 മോഡുലസ് fn പ്ലസ് മോഡുലസ് f d mu അത് തൊട്ട് മുമ്പ് നമ്മൾ ഇക്വേഷൻ 6 എഴുതിയപ്പം നമുക്ക് കിട്ടിയായിരുന്നു പിതഗോറസ് തിയറത്തിൽ ലെസ് ദാൻ എപ്സിലോൺ ബൈ 3 എന്ന്. പിന്നെ ഇന്റഗ്രൽ ഓവർ x മൈനസ് x0 മോഡുലസ് fn പ്ലസ് മോഡുലസ് f d mu ഇത് നമുക്ക് ഇക്വേഷൻ 4 ലെസ് ദാൻ എപ്സിലോൺ ബൈ 3 എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഇതായിരുന്നു ഇക്വേഷൻ 4. ഇന്റഗ്രൽ ഓവർ x മൈനസ് x0 മോഡുലസ് fn d mu പ്ലസ് ഇന്റഗ്രൽ ഓവർ x മൈനസ് x0 മോഡുലസ് f d mu ലെസ് ദാൻ എപ്സിലോൺ ബൈ 3. അതായത് ഇന്റഗ്രൽ ഓവർ x മൈനസ് x0 മോഡുലസ് fn പ്ലസ് മോഡുലസ് f d mu അതാണ് ലെസ് ദാൻ എപ്സിലോൺ ബൈ 3 എന്ന് ഇക്വേഷൻ 4 കിട്ടിയത്. Therefore, this last term is also less than epsilon by 3. Therefore, modulus of integral over x fn minus f d mu is less than epsilon എന്ന് കിട്ടി. This is true for every n greater than or equal to capital N. അപ്പൊ നമുക്ക് ലീനിയാരിറ്റി വഴി മോഡുലസ് ഓഫ് ഇന്റഗ്രൽ ഓവർ x fn d mu മൈനസ് ഇന്റഗ്രൽ ഓവർ x f d mu എന്ന് ഈ ഇന്റഗ്രലിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. That is less than epsilon for every n greater than or equal to capital N. ഇനി നമുക്കറിയാം മോഡുലസ് ഓഫ് an മൈനസ് a ലെസ് ദാൻ എപ്സിലോൺ ഫോർ എവറി n ഗ്രേറ്റർ ദാൻ ഓർ ഇക്വൽ ടു ക്യാപിറ്റൽ N എന്ന് വെച്ചാൽ an കൺവേർജസ് ടു a എന്നാണ്. Therefore, integral over x f d mu is equal to limit n tends to infinity integral over fn integral over x fn d mu. ഇതാണ് വിറ്റാലിസ് കൺവേർജൻസ് തിയറത്തിൽ നമുക്ക് വേണ്ടിയിരുന്നത്. ഇനി വിറ്റാലിസ് കൺവേർജൻസ് തിയറം ലെബേഗ് മെഷറിന്റെ കേസിലും ജനറൽ മെഷറിന്റെ കേസിലും ഉള്ള കമ്പാരിസൺ ആണ്. ഇവിടെ നമ്മളുടെ ഈ ലിമിറ്റ് ഫംഗ്ഷൻ എഫ് ഇന്റഗ്രബിൾ ആണെന്ന് നമ്മൾ ഇവിടെ അസ്യൂം ചെയ്യുന്നുണ്ട് ജനറൽ മെഷറിന്റെ കേസിൽ. പക്ഷേ റിയൽ ലെബേഗ് മെഷറിന്റെ കേസിൽ നമുക്ക് ആ അസംഷന്റെ ആവശ്യമില്ലായിരുന്നു. ഇത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് നമുക്ക് ഇവിടെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. നമ്മൾ എക്സ് ഒരു സെറ്റ് കണ്ടെയ്നിങ് എ പ്രോപ്പർ നോൺ എംപ്റ്റി സെറ്റ് ഇ നമ്മൾ ചൂസ് ചെയ്തു. അങ്ങനെ ഒരു എക്സ് ചൂസ് ചെയ്തു. എന്നിട്ട് ഒരു സിഗ്മ ആൾജിബ്ര എം നമ്മൾ ഡിഫൈൻ ചെയ്യുവാണ്. അതിനകത്ത് ആകെ 4 എലമെന്റ്സേ ഉള്ളൂ. നൾ സെറ്റ്, പിന്നെ ഈ പറഞ്ഞ നോൺ എംപ്റ്റി സെറ്റ് ഇ, പിന്നെ എക്സ് മൈനസ് ഇ, പിന്നെ ഫുൾ സെറ്റ് എക്സ്. അപ്പൊ ഈ 4 സെറ്റ് അടങ്ങുന്ന സിഗ്മ ആൾജിബ്രയാണ് എം. എന്നിട്ട് ഇതിന്റെയൊക്കെ മെഷർ ഡിഫൈൻ ചെയ്യുവാണ്. mu of null set equal to 0 എന്ന്, mu of e equal to and mu of x minus e equal to 1/2 എന്നും mu of x 1 ആണ്. ഇങ്ങനെ നമ്മൾ ഡിഫൈൻ ചെയ്തു. എന്നിട്ട് fn നമ്മൾ ഫംഗ്ഷൻ സീക്വൻസ് ഡിഫൈൻ ചെയ്യുവാണ്. n into chi e minus n into chi x minus e. ഈ സീക്വൻസ് യൂണിഫോംലി ഇന്റഗ്രബിളും ആണ്, ടൈറ്റ് ഓൺ x ആണ്. Also, this sequence converges pointwise to the function f, where f has constant value infinity on e and constant value minus infinity on x minus e. നമുക്കറിയാം ഇങ്ങനെ ഒരു എഫ് എടുത്താൽ എഫ് ഇയില് ഇൻഫിനിറ്റി ആണ് ആൻഡ് എക്സ് മൈനസ് ഇയില് മൈനസ് ഇൻഫിനിറ്റീവ് ആണ്. ഇങ്ങനെ ഒരു എഫ് എടുത്താൽ അത് ഇന്റഗ്രബിൾ ആവില്ല എന്ന് നമുക്കറിയാം. അപ്പൊ therefore this limit function f is not integrable. അപ്പോ യൂണിഫോംലി ഇന്റഗ്രബിൾ ആൻഡ് ടൈറ്റ് ആണെന്ന് വെച്ച് ഫംഗ്ഷൻ സീക്വൻസ് ലിമിറ്റ് എഫ് ഇന്റഗ്രബിൾ ആയിക്കൊള്ളണം എന്ന് നിർബന്ധമില്ല. അപ്പോ നമ്മൾ എക്സ്ട്രാ ആയിട്ട് എഫ് ഇന്റഗ്രബിൾ എന്നുള്ള കണ്ടീഷൻ അസ്യൂം ചെയ്യേണ്ടി വരും നമ്മൾ ജനറൽ മെഷറിന്റെ കേസിൽ. പക്ഷേ ലെബേഗ് മെഷറിന്റെ കേസിലായിരുന്നപ്പോ എഫ് ഇന്റഗ്രബിൾ എന്നുള്ള ആ സ്പെഷ്യൽ അസംഷൻ വേണ്ടായിരുന്നു. അപ്പൊ ഇതാണ് വിറ്റാലി കൺവേർജൻസ് തിയറം ലെബേഗ് മെഷറിന്റെ കേസിലും ജനറൽ മെഷറിന്റെ കേസിലുമുള്ള ഡിഫറൻസ്. നെക്സ്റ്റ് ഒരു കൊറോളറി ആണ്. ലെറ്റ് എക്സ് എം യു പി എ മെഷർ സ്പേസ് ആൻഡ് സീക്വൻസ് എച്ച് എൻ എ സീക്വൻസ് ഓഫ് നോൺ നെഗറ്റീവ് ഇന്റഗ്രബിൾ ഫംഗ്ഷൻസ് ഓൺ എക്സ്. സപ്പോസ് ദാറ്റ് സീക്വൻസ് എച്ച് എൻ കൺവേർജസ് ടു 0 ഫോർ ഓൾമോസ്റ്റ് ഓൾ എക്സ് ഇൻ എക്സ്. Then
limit n tends to infinity, integral over x, hn d mu is equal to 0 if and only if sequence hn is uniformly integrable and tight. അപ്പോൾ നമുക്ക് ഒരു സീക്വൻസ് hn തന്നിട്ടുണ്ട്, നോൺ നെഗറ്റീവ് ആണ്, ഇന്റഗ്രബിൾ ഫംഗ്ഷൻസും ആണ് ഈ hn. ഇനി hn of x converges to 0 for almost all of x എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ലിമിറ്റ് n tends to infinity, integral over x, hn d mu is equal to 0 if and only if sequence hn is uniformly integrable and tight എന്നുള്ളതാണ് corollary. Almost all in x means almost everywhere itself.